കോഴിക്കോട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ബോംബ് ഭീഷണി. രണ്ടാഴ്ചയ്ക്കകം ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്ന അജ്ഞാത സന്ദേശം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന സന്ദേശത്തിൽ പറയുന്നു. സന്ദേശം വ്യാജമാണെന്ന് പേരാമ്പ്ര പോലീസ് പറയുന്നു. പരിശോധനയിൽ തന്നെ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നത്. ദിസ്ന, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നു. രണ്ടാഴ്ചയ്ക്കകം ഓഫീസ് ബോംബ് വെച്ച് തകർക്കും എന്നാണ് സന്ദേശം, അല്ലേ? ഇതിൽ കോഴിക്കോട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്ന അജ്ഞാത സന്ദേശം ഉണ്ടായിരുന്നു. ഈ സന്ദേശത്തെ തുടർന്ന് ജീവനക്കാരൊക്കെ തന്നെ വലിയ ആശങ്കയിലായിരുന്നു. തുടർന്നാണ് ഇവർ പേരാമ്പ്ര പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കുന്നത്. തുടർന്ന് പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ ജംഷീദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ഒരു സംഘം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുകയും പരിശോധന നടത്തുകയുമായിരുന്നു. എന്നാൽ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. മാത്രമല്ല, പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തിയപ്പോൾ അറിയാൻ സാധിച്ചത് ഈ സന്ദേശം വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ കബളിപ്പിക്കാനോ മറ്റോ ആയിരിക്കാം ഇത്തരത്തിലൊരു വ്യാജ സന്ദേശം അയച്ചത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അത് സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ പഞ്ചായത്ത് ഓഫീസ് ബോംബ് വയ്ക്കുമെന്നൊരു ഭീഷണിയായിരുന്നു ഈ സന്ദേശക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഈ അജ്ഞാത സന്ദേശക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്നൊരു കാര്യമാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിഖിൽ. ശരി ദിസ്ന, കോഴിക്കോട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ബോംബ് ഭീഷണി. 2 ആഴ്ചയ്ക്കകം ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്ന് അജ്ഞാത സന്ദേശം വന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.